കർത്താവ് എന്തൊക്കെ പറഞ്ഞാലും കർത്താവ് എന്തൊക്കെ പറഞ്ഞാലും അത് ആ നിലവാരത്തിൽ താൻ അനുസരിക്കുന്നതും ജീവിതത്തിൽ അത് വലിയ നന്മയായി തൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നതുമായ കാഴ്ചകളൊക്കെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. താനൊരു ആരാധിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. വിഗ്രഹാരാധിയും അതോടൊപ്പം അത് വിറ്റ് ഉപജീവനം കഴിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിന്റെ മകൻ കൂടിയായിരുന്നു അബ്രഹാം. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മെസപ്പൊത്തോമിയയിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ആ ശബ്ദത്തിന്റെ അനുസൃതമായിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ഒരു ഭക്തനായൊരു വ്യക്തിയായി മാറുകയാണ്. തനിക്ക് ദൈവങ്ങളുടെ കുറവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു കുറവ് അബ്രഹാമിന്റെ ജീവിതത്തിലെ വലിയ കുറവ് തന്നെയായിരുന്നു. സംസാരിക്കുന്ന ഒരു ദൈവം, ശബ്ദിക്കുന്ന ഒരു ദൈവം, തന്നോട് നേരിട്ട് ഇടപെടുന്ന ഒരു ദൈവം, ആ വലിയൊരു പ്രത്യാശയിലേക്ക് താൻ നയിക്കപ്പെടുമ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തുഷ്ടകരമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തിയതും അല്ലെങ്കിൽ ദൈവം തന്നെ കണ്ടെത്തിയതുമായ ഒരു അവസ്ഥയിലേക്ക് താൻ മാറുവാനിടയായി തീർന്നത് കൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ വന്ന പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം തന്നെ തനിക്ക് കർത്താവിനെ അറിയുവാനും കർത്താവുമായിട്ട് അനുസരണത്തോടെ ജീവിക്കുവാനും തക്കവണ്ണമുള്ള ഒരു മനോഭാവത്തിലേക്ക് കടന്നു വന്നത്. അല്ലായിരുന്നുവെങ്കിൽ താൻ എത്രയോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ച് അറിയാവുന്ന വ്യക്തിയാണ്. പേര് വിളിക്കാൻ കഴിയുന്ന എത്രയെത്ര കാര്യങ്ങൾ താൻ തൻ്റെ മുൻപിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊക്കെ ആവലാതിപ്പെടുന്നതിനേക്കാൾ അപ്പുറത്ത് മെസൊപ്പൊത്താമിയയിൽ വച്ച് തൻ്റെ കാതിൽ കേട്ട യഹോവയുടെ സ്വരം തന്നെ കാണിച്ചു കൊടുക്കാനിരിക്കുന്ന ദേശത്തേക്ക്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഒരു ഔട്ട്ലൈനുമില്ല. എങ്ങനെ പോകുമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വഴിയോ മറ്റു കാര്യങ്ങളോ തനിക്ക് അറിയില്ല. നീ പുറപ്പെടുക എന്ന് പറയുന്നു, പുറപ്പെടുന്നു. അത് കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ എങ്ങനെ പുറപ്പെടണം എന്നതിനെ കുറിച്ച് തൻ്റെ മുൻപിൽ ഒരു ധാരണയില്ലാത്തപ്പോഴും താൻ അതിന് തയ്യാറായി. അപ്പോൾ ദൈവം അതിൻ്റെ വഴികളെ കാണിച്ചു കൊടുത്തു. പോകേണ്ട പാത എങ്ങനെയെന്ന് ദൈവം അവന് മനസ്സിലാക്കി കൊടുത്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ തയ്യാറാണ് എങ്കിൽ, കർത്താവിനെ അനുസരിക്കാൻ നാം ആകുകയാണ് എങ്കിൽ, തിരുവചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് എന്താണ്? യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ നടക്കേണ്ടുന്ന വഴി അവന് ദൈവം കാണിച്ചു കൊടുക്കുവാനിടയായി തീരുമെന്നാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരോടും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം എന്തെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങളെ അറിയുന്ന, എന്നെ അറിയുന്ന കർത്താവ് നമുക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു തരികയും നമ്മുടെ ജീവിതത്തിന്റെ പാത നിരപ്പാക്കുകയും ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. ഏത് പ്രശ്നങ്ങളിലും എന്ത് പ്രതിസന്ധികളുടെ മുൻപിലും അബ്രഹാമിനോട് കൂടെ ഇരുന്ന അതേ ദൈവം നമ്മുടെയും ജീവിതത്തിൽ കൂടെ ഇരിക്കും. നാളിതുവരെ ഇരുന്നിട്ടുണ്ട്. പല ആളുകളും ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ വലിയ സാക്ഷ്യങ്ങൾ ഉള്ളവരായിരിക്കും. നിങ്ങൾക്കൊക്കെ പറയാൻ കാണുന്ന ഒരു കാര്യമുണ്ടാകാം, ഞങ്ങൾ ഇന്ന സാഹചര്യത്തിലായിരുന്നു, ഇന്ന പ്രതിസന്ധിയിലൂടെ പോവുകയായിരുന്നു, ഇന്ന വിഷയങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു, അത് വലിയ കലുഷിതമായ പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾ പലയിടത്തും പോയി നേർച്ചകൾ കഴിച്ചു, മറ്റു പല കാര്യങ്ങളും കഴിച്ചു, പക്ഷെ ഞങ്ങൾക്കൊരു ഉത്തരമുണ്ടായില്ല, ഞങ്ങൾക്കൊരു വിടുതൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിന്റെ തൃപ്പാദത്തിലേക്ക് കടന്നു വന്നപ്പോൾ, കർത്താവിന്റെ സ്വരം ഞങ്ങൾ ശ്രവിക്കാൻ ആരംഭിച്ചപ്പോൾ അവിടെ ഞങ്ങൾക്ക് ആ സമാധാനം ലഭിക്കുവാൻ, രക്ഷ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇൻബോണായിട്ട് രക്ഷയിലേക്ക് വന്ന എത്ര പേര് ഇതിനകത്ത് കാണും? വളരെ തുച്ഛമായ ആളുകളായിരിക്കും. കാലാകാലങ്ങളിൽ പക്ഷേ ദൈവവുമായിട്ട് ബന്ധപ്പെടുകയും അതോടൊപ്പം കർത്താവിന്റെ സ്വരം കേൾക്കുകയും ഒക്കെ ചെയ്ത് രക്ഷയിലേക്ക് വന്നവർ, മറ്റു പല സാഹചര്യങ്ങളിലുമായിരുന്ന വ്യക്തികൾ, അവർക്കൊക്കെ കർത്താവിന്റെ നിഴലിലേക്ക് മാറി നിൽക്കുവാൻ നമ്മൾ 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നതും ഇങ്ങനെയാണല്ലോ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുവാനായിട്ടിടയായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ചിറകിൻ മറവിലേക്ക്, അത് തന്നെ രൂത്തിന് പറയാനുണ്ട്. ഞാനിങ്ങനെ എന്താ പറയുന്നേ, ഒരു മുഖവുര പറഞ്ഞു പൊയ്ക്കൊള്ളുകയല്ല, മറിച്ച് ദൈവം തരുന്ന ചില ചിന്തകളെ നിങ്ങളോട് ഒന്നിച്ച് പങ്കുവെക്കുകയാണ്. രൂത്തിന്റെ കാര്യം പറയുമ്പോൾ രൂത്തിനോട് ബോവസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന നിന്നോടുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷം പെയ്ച്ചു തരുവാനിടയായി തീരും
എന്നുള്ളത്. ദൈവമക്കളെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ് വന്നത്? ഏത് പ്രതികൂലങ്ങളെയാണ് തരണം ചെയ്തത്? ഇനി മുമ്പിൽ നിങ്ങൾക്ക് പ്രതികൂലങ്ങളെ ഈ 2026 പുതുവത്സര ആരംഭത്തിൽ, ഇന്ന് 4-ാം ദിനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് തരണം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മഹാമേരു എന്നതിനെ കുറിച്ച് എനിക്ക് ധാരണയില്ലെങ്കിലും നമ്മുടെ ജീവിക്കുന്ന ദൈവത്തിന് ധാരണയുണ്ട്. അവൻ നമ്മുടെ സങ്കേതവും ബലവും നാം ആശ്രയിക്കുന്ന ദൈവമാകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ ജയാളിയായി നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുക, ബലപ്പെടുക. അവൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരുവനെ സംബന്ധിച്ചും അവൻ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. ദർശനം നമുക്ക് നൽകി തരുന്ന, ആ കൃപ നമ്മുടെ മേൽ പകർന്നു തരുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം നമ്മളോട് കൂടെ ഇരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തരാണോ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. അബ്രഹാം അതാണ് ചെയ്തത്. ഇവിടെ കർത്താവിന്റെ ദാസൻ അബ്രഹാമിനെ കുറിച്ചും തന്റെ യാഗത്തെക്കുറിച്ചും ആ മകനെ യാഗം കഴിക്കുന്നതിനെ കുറിച്ചും കാട്ടിൽ പിടിപെട്ട് കിടന്ന ആട്ടുകൊറ്റനെ കുറിച്ചും ഒക്കെ പറയുവാനിടയായിത്തീർന്നല്ലോ. അതിന്റെ പ്രായത്തെക്കുറിച്ച് പറയാനിടയായിത്തീർന്നു. അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ആ പ്രശ്നത്തിന് മുന്നമേ തന്നെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യും? പരിഹാരം ഒരുക്കിയിരിക്കും. അതാണല്ലോ മാറെന്ന് പറയുന്ന ആ ഒരു ജലത്തിനരികിലെത്തുമ്പോൾ അവിടെ ജനത്തിന് കൊടുക്കുന്ന ഒരു റെമഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പുണ്ട്. ആ കൊമ്പ് വെട്ടി ആ മാറയിലെ ജലത്തിലേക്ക് ഇടുകയാണെങ്കിൽ ആ ജലം മധുരമായി തീരും എന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു പരിഹാരം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അവിടെ എന്തായിരുന്നു? ആ വൃക്ഷത്തെ കർത്താവ് മുൻ നിയമിച്ചിരുന്നു. ആ വൃക്ഷത്തിന്റെ കൊമ്പിലൂടെ അതുവരെ കയ്പുനീര് കുടിച്ച ജനത്തോടുള്ള ബന്ധത്തിൽ ഇനി അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, മാറയിൽ വന്നപ്പോൾ കുടിച്ച വെള്ളമാകട്ടെ കയ്പാകുന്നു എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ നോക്കൂ, അവിടെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് അതിന് പരിഹാരമായി തീർന്നെങ്കിൽ ജീവവൃക്ഷമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എത്രയധികം പരിഹാരമായിരിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവചനം വളരെ ശക്തമായി നമുക്ക് നൽകുന്ന ഒരു ഉത്ബോധനമുണ്ടല്ലോ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കുരമായി തീരട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. തൊട്ടടുത്ത 4-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ വായിക്കുന്നു: നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. എത്രമാത്രം പ്രത്യാശ നിർഭരമായ ഒരു വാക്കുകളാണ് ഇവിടെ നമുക്ക് ലഭ്യമായി തീരുന്നത് എന്നുള്ളതാണ്. ഈ 2026 കർത്താവിന് നമ്മളോട് എന്താണ് പറയുവാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ നന്മയ്ക്കുള്ള അത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് പറഞ്ഞാൽ അത് തിന്മയ്ക്കുള്ളതല്ല. 2026 നമ്മൾ എന്തൊക്കെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് നമുക്കറിയില്ല. എങ്കിലും കർത്താവ് നമുക്കൊരു ഉറപ്പ് തരികയാണ്, അത് നന്മയ്ക്കുള്ളത് അത്രേ. അത് അനുഗ്രഹത്തിനുള്ളത് അത്രേ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നാം കടന്നു പോകേണ്ട സർവ്വവിധമായ അനുഭവങ്ങളുടെയും മുഖത്ത്, ദുഃഖ സമ്മിശ്രമായ സാഹചര്യങ്ങളുടെ മുഖത്ത് നാം ധൈര്യത്തോടെ വിശ്വസിക്കുക, എനിക്കൊരു ശുഭഭാവി എൻ്റെ കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. അവൻ എന്നെ വിളിച്ചപ്പോഴേ അത് എനിക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ആ ശുഭഭാവിയിലേക്ക് ഞാൻ നടന്നെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. നോക്കൂ, ആ ഒരു വിളിയെക്കുറിച്ച് പറയുമ്പം മിസ്രൈമിൽ നിന്ന് ജനത്തെ ദൈവം വിളിച്ചു കൊണ്ടുവരികയാണ്. അവർ 430 സംവത്സരമായി അവിടെ പ്രവാസികളായി ജീവിക്കുന്നു. യോസേഫ് ഉള്ളിടത്തോളം കാലവും യോസേഫിന്റെ ആധിപത്യത്തിന് കീഴിലിരുന്ന കാലം അത്രയും അവർക്ക് ശുഭകരമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു. അവരെ എല്ലാവരും മാനിച്ചിരുന്നു, ഫറവോയും മാനിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ജനം മുഴുവൻ വളരെ പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ചയായിരുന്നു. അവിടെ ദുഃഖകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് വയ്ക്കോല് കൊടുക്കത്തില്ല, പക്ഷേ അവർക്ക് കൃത്യമായ എണ്ണം ഇഷ്ടിക പിടിച്ചു കൊടുക്കണം. വളരെയധികം ശാരീരിക
ശാരീരികമായ മർദ്ദനങ്ങളും പ്രയാസങ്ങളും അവർ കേൾക്കേണ്ടി വരുന്നു. അവർക്ക് വേണ്ടുന്നതുപോലെ ആഹാരമോ മറ്റു സാഹചര്യമോ ഒന്നുമില്ല. എന്നിട്ടും അവർ വലിയ കഷ്ടതയുടെ തീച്ചൂളയിൽ നടക്കുമ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് അവർ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായ വ്യക്തമായ ബോധ്യത്തിൽ നിന്ന് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരോട് സംസാരിക്കുവാനായിട്ടൊരു വ്യക്തിയെ സ്തോത്രം തിരഞ്ഞെടുക്കുകയാണ്. ആ വ്യക്തിയുടെ പേരെന്താണ്? മോശ എന്നാണ്. മോശയെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന അതേ സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ ദിവ്യ സുന്ദരനായിരുന്ന ഒരു ശിശുവിനെയാണ് നമുക്ക് അവിടെ മോശയിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. വാസ്തവത്തിൽ അമ്രാമിനും യോഖേബേദിനും 3 തലമുറകളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ മാനുഷികമായ രീതിയിൽ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു മക്കളില്ലാതിരിക്കുന്നതിനേക്കാളും ഒരു കുഞ്ഞെങ്കിലും മതിയെന്ന് ആഗ്രഹിക്കും. ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ ഇനി ഒരു കുഞ്ഞും കൂടെ ആകട്ടെ എന്ന് വിചാരിക്കാം. ഇനി മൂന്നാമതൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ് നഷ്ടം? ഒരു ആണിന് ആണായാലും പെണ്ണിന് പെണ്ണായാലും ആണായാലും എന്തു തന്നെ ആയാലും തലമുറകളുണ്ട് എന്നുള്ളൊരു സന്തോഷം അവർക്ക് സന്തോഷിക്കാനുള്ള വകയാണ്. എന്നാൽ ഇവിടെ കർത്താവ് അവർക്ക് വേണ്ടി വലിയ പ്രതിസന്ധികളുടെ നടുവിൽ, വലിയ പ്രയാസങ്ങളുടെ നടുവിൽ ഒരു തലമുറയെ കൊടുക്കുകയാണ്. ആ സമയത്ത് നമുക്കറിയാം ഹെരോദാവ് സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്തോത്രം രാജാധിപത്യം കൈയാളുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് ചെയ്യാണ്? ഫറോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം, കാരണം ഈ തലമുറകൾ, അതായത് ഈ ദൈവവാക്തത്വമുള്ള അബ്രഹാമിന്റെ തലമുറകൾ ആ ദേശത്ത് ശക്തമായ ആധിക്യം പ്രാപിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് അവർ ഈ അടിമ നുഖത്തിന് കീഴിലാക്കി പീഡിപ്പിക്കുവാനിടയായിത്തീരുന്നത്. കാരണം അവർ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ എന്ത് ചെയ്യുകയാണ്? പെറ്റുപെരുക. അവരുടെ ജനസംഖ്യ നിലവാരം കുറയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ സഹോദരിമാര് കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ വളരെ ശക്തമായ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അവർ ഇവരെക്കാളും ഈ ജനത്തെക്കാളും ആധിക്യം പ്രാപിക്കുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം കൊന്നൊടുക്കാമെന്ന് യോസെഫിനെ അറിയാത്തതായ ഫറോ വിചാരിക്കുവാനുള്ള കാര്യം. അതേസമയം എന്ത് ചെയ്യുന്നു? ഈ ഒരു ടൈമിൽ തന്നെ ഒരു മകൻ അവിടെ ജനിക്കുകയാണ്. യേശു കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ മുൻ പ്രവചനങ്ങളൊന്നുമില്ല. മോശയെക്കുറിച്ച് മറ്റ് വാഗ്ദത്തങ്ങൾ ഒന്നും പറയുവാനില്ലെങ്കിലും അവിടെ ഒരു ദിവ്യ സുന്ദരനായ ശിശുവിനെ ദൈവം അവർക്ക് നൽകിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വാസ്തവത്തിൽ ഒരു ദൈവിക ദർശനത്തിന്റെ നാന്ദിയാണ്. ദർശനത്തിന് കാലാകാലങ്ങളിൽ അവധി നിർണയിക്കുകയും അതതിന്റെ തീവ്രമായ നിലവാരത്തിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയുടെയും ദൈവ ഉദ്ദേശത്തിന്റെയും നിർണയത്തിന്റെ ഭാഗഭാക്കായി കൊണ്ട് തന്നെയാണ് മോശ എന്ത് ചെയ്യുന്നത്? ജനിക്കുവാനിടയായിത്തീരുന്നത്. ഇത് എന്ന് കൊടുത്ത വാഗ്ദത്തമാണ്. അന്ന് ആ ഏദൻ തോട്ടത്തിൽ വച്ച് അവർക്ക് മാതാപിതാക്കൾക്ക് നൽകപ്പെട്ടതായ വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗമാകുവാൻ, ഭൃത്യനായിട്ടാണ്, പക്ഷെ അതിന്റെ ഒരു ഭാഗമാകുവാൻ, ഒരു പാർട്ടാകുവാൻ വേണ്ടി ദൈവം മോശയെയും നിർണയിക്കുക. ദിവ്യ സുന്ദരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദിവ്യം എന്ന് പറഞ്ഞാൽ സ്വർഗീയമായത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ദൈവികമായത് എന്ന് നമുക്ക് അതിനെ വിവക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു മനുഷ്യ ശിശു എങ്ങനെയാണ് ദിവ്യസുന്ദരനാകുന്നത്? ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലേക്ക് കർത്താവ് നയിച്ചു കഴിഞ്ഞപ്പോൾ, കാരണം മറ്റുള്ളവരുടെ കണ്ണിന് ഇമ്പമായി തീരുന്ന ഒരു വിധത്തിലേക്ക്, അല്ലെങ്കിൽ ഫറവോന്റെ പുത്രി കാണുമ്പോൾ അവൻ എന്ത് ചെയ്യണം? ആ ദിവ്യത്വം പെട്ടെന്നൊന്ന് തിരിച്ചറിയുവാൻ ഇടയായി തീരേണ്ടതിന് സാമാന്യ സൗന്ദര്യമുള്ളവരാണ് നമുക്കറിയാം യഹൂദ തലമുറകൾ എല്ലാവരും തന്നെ. അതിൽ തന്നെ ഈ മോശ ഒരു ദിവ്യ സുന്ദരനായി തീരുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം കർത്താവ് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഒരു ദൈവിക തേജസ് കൂടെ ദൈവം ഇൻബിൽറ്റ് ചെയ്തു എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ മേലും കർത്താവ് പകർന്നിരിക്കുന്ന അഭിഷേകം എന്നത് നമ്മെ തേജസ് ഉള്ളവരെ ആക്കി മാറ്റുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുള്ളവരെ ആക്കി മാറ്റുന്നുണ്ട്. നാം കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്കൊക്കെ ഓരോ മുഖഛായകൾ ഉണ്ടാകാം. ചിലപ്പോൾ ആ മുഖഛായകൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം, ഇഷ്ടപ്പെട്ടില്ലെന്ന് വന്നേക്കാം. എനിക്ക് എൻ്റെ കുറവുകളെ ഞാൻ എൻ്റെ കണ്ണാടിയിൽ നോക്കി
ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്ക് ആ കുറവുണ്ടല്ലോ ഈ കുറവുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ നോക്കിയാൽ വാസ്തവമായിട്ടും അങ്ങനെ കുറവുള്ളതായിട്ടല്ല കാണുന്നത്. കാരണം കർത്താവിൻ്റെ വ്യക്തമായ ഉദ്ദേശത്തിനും കർത്താവിൻ്റെ വ്യക്തമായ ഇച്ഛാനുസൃതവുമായിട്ടാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യം പറയുന്നതെന്നറിയാമോ? നമുക്കതിനകത്ത് അഭിമാനമേ തോന്നേണ്ടതുള്ളൂ. ഒരിക്കലും നമുക്ക് നമ്മെക്കുറിച്ച്, നമ്മുടെ മുഖത്തെക്കുറിച്ച്, നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് നാം ഒരിക്കലും അപകർഷതാബോധമുള്ളവരാകേണ്ട ആവശ്യമേ ഇല്ല. 4 പേര് കൂടുന്നിടത്ത് ഞാൻ പലപ്പോഴും ഈ കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പോൾ പല പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും അവരുടെ ആ ടീനേജിലും അത് കഴിഞ്ഞിട്ടും യൗവനാരംഭത്തിലുമൊക്കെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, പലപ്പോഴും എന്നെ മറ്റുള്ളവർ കളിയാക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകളോ പോരായികകളോ കണ്ടുകൊണ്ടോ, സ്വഭാവത്തിലെ പോരായ്മകൾ കണ്ടുകൊണ്ടോ, അവരുടെ കാഴ്ചപ്പാടിലുള്ള സൗന്ദര്യത്തിന്റെ തലങ്ങൾ നമുക്കില്ലായ്മയായി എന്ന് വിചാരിച്ചിട്ടോ ഒക്കെ അവർ കളിയാക്കുന്നെങ്കിലും നമുക്ക് തന്നെ നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യരുത്, കുറച്ച് കാണരുത്. നമുക്ക് നമ്മളെ സ്നേഹിക്കാനും കഴിയണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളിൽ ഒരു ദിവ്യത്വം കൂടെ നൽകി തന്നിട്ടുണ്ട്. ഒരു സാധാരണ വ്യക്തി മാത്രമല്ല നമ്മൾ, നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം നൽകി തന്നിരിക്കുന്ന അസാധാരണ ദിവ്യത്വമുണ്ട്. അതെന്താണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ അച്ചാരം നമ്മുടെ മേൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവികാത്മാവിന്റെ അച്ചാരം നമ്മളിൽ ഉള്ളിടത്തോളം പ്രിയ കർത്താവിന്റെ ദാസിദാസന്മാരെ, നമ്മൾ ഒരിടത്തും തളർന്നു പോകരുത്. നിൽക്കുവാൻ ദൈവം നമ്മെ നിർത്തുന്ന ഏതു മേഖലയിലും ധൈര്യത്തോടെ നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. കർത്താവ് അത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ ദിവ്യസുന്ദരനായ ശിശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഫറവോന്റെ പുത്രി ഒരിക്കലും ഈ തോട്ടിലും സോദരം ഈ നൈൽ നദിയിലൊന്നും വന്ന് കുളിക്കേണ്ടയാളല്ല. അവർക്ക് വേണ്ടി അതിന് തക്കതായ വിധത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ അതിൻ്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ദൈവം അവളുടെ ഉള്ളിൽ കൊടുത്ത ചിന്തകൾ, ഒരു തോന്നലുകൾ, ചില ബന്ധപ്പെടുത്തലുകൾ, ഈ ദർശനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചിലരെ കൂടെ നമുക്ക് വേണ്ടി ദൈവം ബന്ധപ്പെടുത്തിയെന്നിരിക്കും, ചില ആളുകളെ കൂടെ ദൈവം അതിനു വേണ്ടി ഉപയോഗിച്ചെന്നിരിക്കും, ചില സാഹചര്യങ്ങളെ കൂടെ കർത്താവ് ഉപയോഗിച്ചെന്നിരിക്കും. നമുക്ക് കാണുമ്പോൾ പ്രതീക്ഷകളൊന്നുമില്ലാത്തിടത്ത് ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതകരമായ മാർഗങ്ങൾ തുറന്നു തന്നു നമ്മെ സഹായിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ ആ പ്രിയപ്പെട്ടവൾ കടന്നു വന്നു, മോശ എടുത്തുകൊണ്ടുപോയി വളർത്തി. ബാക്കി ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നോക്കൂ, ഒരു ദൈവിക ദർശനത്തിന്റെ പരിസമാപ്തി കുറിക്കേണ്ടതിന് ദൈവം കൊണ്ടുപോകുന്ന ചില വഴികൾ നോക്കൂ. ആ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ എന്ത് ചെയ്യാം? എല്ലാ യഹൂദന്മാരും ചെയ്തതുപോലെ, എല്ലാ വ്യക്തികളും ചെയ്തതുപോലെ ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണപ്പെട്ടിക്ക് അകത്താക്കാതെ ആ നൈൽ നദിയിലേക്ക് ചീങ്കണ്ണികളും മുതലയും അതുപോലെ മറ്റ് ഹിംസ്ര ജീവികളും ഒക്കെ ഉള്ളതായ ആ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയാമായിരുന്നു. കാരണം 2 വയസ്സിനു മേലെ ഒരു മകൻ തനിക്കുണ്ട്, അതിനു മേലെ ഒരു മകളുമുണ്ട്. സംതൃപ്തി അടയുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവരങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് നോക്കൂ, എത്ര മാതാക്കളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പല വിധത്തിൽ കൊന്നുകളയുന്നത്. അവർ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നു, ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു, പല വിധത്തിൽ. ഒരു അമ്മയാണോ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ നിലവാരത്തിലാണ് അവരുടെ എല്ലാം പ്രവർത്തികൾ. കാണുമ്പോൾ നമുക്ക് തന്നെ അയ്യോ എന്ന് തോന്നുവാനിടയായിട്ടില്ല. അവർ കടന്നു പോകുന്ന, അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഏത് പ്രശ്നത്തിലും ഒരു പരിഹാരമുണ്ട്. നാം സഹിക്കേണ്ടി വരുന്ന, അത് കുടുംബ വിഷയങ്ങളാകാം, മറ്റു വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാകാം, പക്ഷെ ക്രിസ്തുവിൽ ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നം തന്നെ നോക്കൂ. എങ്ങനെയായാലും ഫറവോന്റെ കണ്ണിൽ ഈ കുഞ്ഞ് പെട്ടുകഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടുമെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവരതിനെ സൂക്ഷിച്ചു വെക്കുന്നതോ 3 മാസം അതിനെ സൂക്ഷിച്ചു വെക്കുന്നു. എന്നാൽ അവിടെ സൂക്ഷിച്ചു വയ്ക്കുവാൻ ഇനി കഴിയുകയില്ല എന്നൊരു സന്ദർഭത്തിൽ അവരൊരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് കീലൊക്കെ തേച്ച് കൊണ്ടുവന്നിടുന്നതും എവിടെ തന്നെയാണ്? എറിഞ്ഞു കളയണമെന്ന് പറയുന്ന അതേ നദിയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. മറ്റുള്ളവർ എറിഞ്ഞു കളയുന്നു, ഇവരവിടെ എറിഞ്ഞ് കളയാതെ സുരക്ഷിതമായ ഒരിടത്ത്, അതേ സ്ഥലത്ത് അല്ലെങ്കിൽ അതേ നദിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആ ദർശനത്തിന്റെ, അല്ലെങ്കിൽ മോശയെക്കുറിച്ചുള്ള ദർശനത്തിന്റെ, ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീരുകയാണ്.
കാരണം ആ മാതാപിതാക്കൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന പ്രത്യേക സുരക്ഷിതത്വം എനിക്ക് തോന്നുന്നില്ല വചനത്തിൽ എങ്ങും അങ്ങനെ ഒരു പ്രവചനം അവർക്ക് ലഭിച്ചിട്ടില്ല. യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ ഒരു പ്രവചനം ഉണ്ടായിട്ടുണ്ട്. യോഹന്നാൻ ജനിക്കുന്നതിന് മുൻപേ സെഖര്യാവിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കോരേസ് ജനിക്കുന്നതിന് മുൻപേ ഒരു പ്രവചനം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു ജാതീയ രാജാവായിരുന്നിട്ട് പോലും തന്നെ കുറിച്ച് ഒരു പ്രവചനമുണ്ട്. ഇങ്ങനെ അനേകരെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ താങ്കൾ ജനിക്കുന്നതിന് മുൻപേ ദൈവശബ്ദം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും മോശ എന്ന വ്യക്തിയെ കുറിച്ച് അങ്ങനെ ഒരു പ്രവചനമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ വെളിപ്പാടുള്ള, ദർശനമുള്ള, തലമുറയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായ യോഗേബേദും അമ്രാമും കൂടെ ചെയ്യുന്ന ഒരു കാര്യം, തൻ്റെ തലമുറയെ പലപ്പോഴും സുരക്ഷിതമാക്കുവാൻ തക്കവണ്ണം അവരാൽ ആവോളം പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. അവര് മാത്രമല്ല കേട്ടോ, ആ കുടുംബം ഒന്നടങ്കം അതിന് ശ്രമിക്കുകയാണ്. മിരിയാം എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി അതിനു വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈ 2026 നമ്മുടെ തലമുറകളെ സുരക്ഷിതമായി കരുതുവാനും അവരെ കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥനയുടെ ചെപ്പിൽ അടച്ചു വെക്കുവാനും അതേ പ്രാർത്ഥന എന്ന ഞാങ്ങണപ്പെട്ടിയിൽ പരിശുദ്ധാത്മാവ് എന്ന കീല് തേച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കുവാൻ പ്രിയ മാതാക്കളെ, പ്രിയ പിതാക്കളെ, പ്രിയ കർത്താവിന്റെ ദാസിദാസന്മാരെ, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മാറുവാനേ കഴിയുകയില്ല. ആ ഉത്തരവാദിത്വം, ആ ലക്ഷ്യം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നാം സ്തോത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ തലമുറ നാളെ ഏതളവുകളിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പല വ്യക്തികളെയും കൗൺസിലിംഗ് ചെയ്യുമ്പോൾ, പല കുഞ്ഞുങ്ങളെയും കൗൺസിൽ ചെയ്യുമ്പോൾ ചില മാതാപിതാക്കളെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ കുഞ്ഞ് ഞങ്ങൾക്കൊരാവശ്യമില്ലാത്ത കുഞ്ഞായിരുന്നു, അത് വേണ്ടായെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്, ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിപ്പോയതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇന്നിപ്പം ഞങ്ങൾക്ക് അതൊരു തലവേദനയായി എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു പറയും. അങ്ങനെ ഒരു അമ്മ ഒരിക്കൽ എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു, അവരുടെ ഇളയ മകൻ, കുഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു, അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ നേരിട്ടു, അവന് ചില അപകടകരമായ ചില അനുഭവങ്ങളിലൂടെ ഒരു കേസിൽ അവന് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇവനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ദൈവാത്മാവിൽ ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തന്നതാണ് എന്ന് പറയുമ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയതാണ്. ഞാൻ ഇങ്ങനെയല്ല വചനം എന്ന് ശുശ്രൂഷിക്കാനിരുന്നത്. വേറൊരു മേഖലയിൽ ഹബക്കൂക്കിൽ നിന്ന് തന്നെ സംസാരിച്ചു പോകാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ 2026 കർത്താവിന് എന്തോ പ്രത്യേക പദ്ധതിയുണ്ട് ദൈവമക്കളെ. നമ്മുടെ പ്രാർത്ഥനയുടെ മറ്റൊരു തലം ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞത് അതാണ്, അതിനുവേണ്ടി ഞങ്ങൾ പോയതാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയത് കൊണ്ട് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഇന്ന് അവൻ ന്യൂസിലൻഡിൽ വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് അവർക്കും കുടുംബത്തിനും അവനൊരു ആശ്വാസമാണ്. പക്ഷെ അവർ പറയുകയാണ്, ഈ കുഞ്ഞിനെ ഞങ്ങൾ അന്ന് നശിപ്പിക്കുവാൻ, കൊന്നുകളയുവാൻ, ഉദരത്തിൽ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു. കാരണം മൂത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു പെൺകുഞ്ഞുണ്ട്, ഒരു ആൺകുഞ്ഞുണ്ട്. അവർ മിടുക്കരായിട്ടുള്ളപ്പോൾ ഇനി ഒരു കുഞ്ഞിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. നമ്മളിൽ എത്ര പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട്? എത്ര കുഞ്ഞുങ്ങൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. പലപ്പോഴും പല കുഞ്ഞുങ്ങളും അത് മുഖാന്തരം അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ചെറുതായ ഒരു സാഹചര്യമൊന്നുമല്ല. പ്രൈസ് ലോർഡ്. പക്ഷെ ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന തലമുറകളെ ദിവസങ്ങളിൽ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഭകളിൽ ഉള്ള തലമുറകളെ ഓർത്തും കൂടെ ഈ 2026 കരയേണ്ട ഒരു വർഷമാണെന്ന് ദൈവാത്മാവ് പറയുകയാണ്. നമുക്കറിയാം, പലപ്പോഴും ഞാൻ ജയിലൊക്കെ സന്ദർശിക്കുവാൻ കടന്നു പോകാറുണ്ട്. അവിടെയുള്ള ആളുകളെ ഞാൻ കാണാറുണ്ട്. പല കുഞ്ഞുങ്ങളും ഡോക്ടേഴ്സ് അതിൻ്റെ ഉള്ളിൽ വന്നു കിടക്കുന്നവരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വലിയ വലിയ ബിരുദധാരികളായ ആളുകൾ പലരും കുറ്റവാളികളായി അതിനകത്ത് വന്നു കിടക്കുന്നു. മയക്കുമരുന്നിന് അധീനരായിട്ട്, വലിയ പ്രായമുള്ളവരൊന്നുമല്ല, വളരെ കൊച്ചു പ്രായമുള്ള കുഞ്ഞുങ്ങൾ തുടങ്ങിയുണ്ട്. 16 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ വരെ ഞാൻ കണ്ടതിലുണ്ട്. അതിനെ
താഴേക്ക് ഉള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ 16 വയസ്സ് തുടങ്ങി 22 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്ന സില്ലുകൾ, അത് അവരെ ഒരു നിർഗുണ പരിഹാര പാഠശാല എന്നത് നിലവാരത്തിലാണ് അവരെ അവിടെ പാർപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒരു കുറവും വരുത്താതെ അവരെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, അവർ മടങ്ങി ചെന്നിട്ട് വീണ്ടും ആ സ്വഭാവം ആവർത്തിക്കുകയോ കുറ്റവാളികളായി മാറുകയോ ചെയ്താൽ ഇന്ന് സമൂഹത്തിലെ വലിയ കുറ്റവാളികളെന്ന് സമൂഹം എണ്ണിപ്പറയുന്ന ഓരോ മക്കളെയും നമ്മൾ എടുക്കൂ. അവർക്കൊരു മാതാവുണ്ട്, ഒരു പിതാവുണ്ട്, അവർക്കൊരു കുടുംബമുണ്ട്, അവർക്കൊരു സമൂഹമുണ്ട്. പക്ഷെ അവരെല്ലാം ഇന്ന് കുറ്റവാളികളായി സ്വതന്ത്രം ആരോപിതർ മാത്രമല്ല, പൂർണ്ണമായി കുറ്റം ചെയ്തവരായി ശിക്ഷ വിധിക്കപ്പെട്ടവരൊക്കെ ആയിട്ട് ദിവസങ്ങൾ കൊണ്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ കിടക്കുകയാണ്. അനേകർ പിടിക്കപ്പെടുന്നില്ല. പക്ഷെ പലരും ഇന്നും ഈ പരാജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഇങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന കേസുകളൊക്കെ മിക്കവാറുമൊക്കെ TV-യിലും പത്രദ്വാരയൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും ഇയാമ്പാറ്റകളെ പോലെ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് അതിനകത്തൊരു പങ്കില്ല എന്ന് പറയാൻ കഴിയുകയില്ല. പല ഭവനങ്ങളിലും മാതാപിതാക്കൾക്ക് ആ മക്കളെ നേരായ മാർഗത്തിൽ നയിക്കുവാൻ വേണ്ടുന്നതായ ഒരു പരിജ്ഞാനമില്ലായകയോ ഇല്ലെങ്കിൽ അവരെ ആ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ ദൈവകൃപയിൽ വളർത്തിയെടുക്കാൻ കഴിയാതെ പോവുകയോ ചെയ്യുന്നു. ഒരു ദൈവഭക്തിയിൽ, കൃത്യമായ യേശു ക്രിസ്തുവിനോടുള്ള ഭക്തിയിലെന്ന് ഞാനതിനെ തെളിച്ചു പറയാം. അങ്ങനെ വളർത്തിയെടുക്കുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ ദൈവനാമത്തിന് അപമാനമായി തീരുകയില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ വില കൊടുത്ത് പ്രാർത്ഥിച്ച് വളർത്തുന്ന തലമുറകൾ ദൈവത്തിന് ഒരു അഭിമാനമായി മാറും. ഈ മോശയെ നമുക്ക് കാണാൻ കഴിയുന്നത്, മോശ പിൽക്കാലത്ത് ഈ മാതാവിന്, ഈ പിതാവിന്, സഹോദരിക്ക് ഒരു അഭിമാനമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വില കൊടുത്ത മാതാപിതാക്കൾ, അവർക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കഴുത്തു പോകും, അവരെയും വച്ചേക്കില്ല, അവരെ കൊന്നു തള്ളും. ഇതൊക്കെ അവർക്ക് സംഭവിക്കാമായിരുന്നിട്ടും ആ ചോരക്കുഞ്ഞിനെ എടുത്ത് വളർത്തി 3 മാസം തികയുമ്പോൾ ഒരു പെട്ടകത്തിന്റെ അകത്താക്കി വച്ച് അവനെ കീലും തേച്ച് വെള്ളമൊന്നും കേറാതെ, എത്ര ധൈര്യമുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം തങ്ങളുടെ കൈകളാൽ ആ കുഞ്ഞ് കൊല്ലപ്പെടരുത് എന്നുള്ള പ്രതീക്ഷയിൽ നിന്നാണ് അപ്രകാരം ഒരു കാര്യം അവർ ചെയ്യുന്നത്. പിൽക്കാലത്ത് നമുക്കറിയാം, അവരുടെ ദൈവം ജീവനുള്ള ദൈവമാകയാൽ കർത്താവ് അവനെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്ന പേരോടുകൂടി, മോശ എന്ന അർത്ഥം വരുന്ന പേരോടുകൂടി അവൻ പുറത്തു വന്നു. 40 വർഷം കൊട്ടാരത്തിൽ സകലവിധമായ അഭ്യാസങ്ങളും തികഞ്ഞവനായി, സകലവിധമായ ഭക്ഷണങ്ങളും രുചിച്ചറിഞ്ഞ് ആരോഗ്യ ദൃഢഗാത്രനായി കൊട്ടാരത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് വളർന്ന മനുഷ്യനാണ്. പക്ഷെ പിൽക്കാലത്ത് നമുക്കറിയാം, കാട്ടിൽ ചെന്ന് ആടുകളോടുകൂടെ മരുഭൂമിയിൽ ആടുകളോടുകൂടെ ജീവിത കാലഘട്ടം കഴിക്കുന്നു. 80 വയസ്സ് വരെ അതേ അവസ്ഥ തുടരുകയാണ്. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ മോശ ഒരു ദിവസം ഈ ഇത്രോവിന്റെ ആടുകളെ, അമ്മായപ്പനായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമി വിട്ടൊരിക്കലും പോകാത്തവൻ ഒരു ദിവസം മരുഭൂമിക്ക് അപ്പുറത്തേക്കൊന്ന് പോയി. അതുവരെ ഇവൻ എവിടെയായിരുന്നു? ജീവഭയമാ. കാരണം ഫറവോനോ അവന്റെ ആൾക്കാരോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തന്നെ നശിപ്പിച്ചു കളയും, കൊന്നൊടുക്കും എന്നുള്ളതാ. ഇപ്പൊ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടെ, ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നൊക്കെയുള്ള ഉത്തരവാദിത്വം കൂടെ വരുമ്പോഴത്തേക്കും ജീവഭയം അധികമായി എന്ത് ചെയ്യുകയാണ്? അവനെ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഉള്ളറകളിൽ അവനിൽ ഒരു എബ്രായൻ ജീവിക്കുന്നുണ്ട്. ഉള്ളറകളിൽ അവന് യഹോവയായ ദൈവത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. നോക്കൂ, അവൻ ഒരു ദിവസം എങ്ങനെയോ ദൈവനിയോഗത്താലാണ്, ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ പ്രിയ മോശ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ആ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്,
മൂന്നാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് വരുമ്പോൾ 2-ാമത്തെ ഭാഗത്ത് പറയാണ്, അവന് ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മരുഭൂമിയിൽ ഇരിക്കും കാലം അവന് ദൈവം പ്രത്യക്ഷനായില്ല. എന്നാൽ മരുഭൂമിയുടെ അപ്പുറത്തേക്ക് കടന്നു ചെന്നപ്പോൾ ദൈവികമായൊരു പ്രത്യക്ഷത അവൻ മോശയ്ക്കുണ്ടാവുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളും ഒരാത്മീക മരുഭൂമിയിൽ ഇരിക്കേണ്ടവരല്ല. ആത്മാവിന്റെ നീരൂറ്റമുള്ള ആമൻ നദിക്കരയിൽ ഇരുന്നു കൊണ്ട് ദൈവിക ദർശനങ്ങളെ പ്രാപിക്കേണ്ടവരാണ്. ആ നീരൂറ്റുള്ള നദിയിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ആമൻ നമുക്ക് കാണാൻ കഴിയുന്നത് എസ്കേലിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ആ നദിക്ക് അക്കരെയും ഇക്കരെയും ആമേൻ നിരവധി വൃക്ഷങ്ങളുണ്ട്. അത് 12 മാസവും വിവിധ ഫലങ്ങൾ കായ്ക്കുന്നതാണ്. ആ വൃക്ഷത്തിന്റെ ഇല രോഗശാന്തിക്ക് ഉതകുന്നതാണ് എന്നൊക്കെ നമ്മൾ 47 യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പ്രിയരെ, നാമും ആമേൻ ഈ ഒരു സദ്വർത്തമാനം ആമേൻ കേട്ടവരാണ്. അത് അനുഭവിച്ചവരാണെങ്കിൽ മരുഭൂമിക്ക് അപ്പുറത്തേക്കൊന്ന് കടന്നു ചെന്നിട്ട് ആത്മാവിന്റെ ജീവജല നദിയുടെ അനുഭവങ്ങളെ ആമേൻ പ്രാപിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ തീ ഒന്ന് ദർശിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരുക്കുവാൻ ഇടയായി തീരണം. മരുഭൂമിക്ക് അപ്പുറത്തു വരെ പോയി എന്നുള്ളത് മാത്രമല്ല, എത്തേണ്ടതായ സ്ഥലത്തേക്ക് അവൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. എവിടെ എത്തി? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ. അവിടെ ചെന്നപ്പോൾ ദൈവം തന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ ചില കാഴ്ചകൾ താൻ കാണുന്നു. കണ്ട ശേഷം അവൻ അവിടെ നിന്ന് ഓടുകയല്ല ചെയ്തത്. എന്താണ് ഈ മുൾപടർപ്പ് കത്തുന്നത്? എന്തുകൊണ്ടാണ് ഇത് കത്തിയിട്ടും ദഹിച്ച് ഇല്ലാതെയാകുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെന്നപ്പോൾ മോശയോട് കർത്താവ് ചില കാര്യങ്ങൾ സംസാരിക്കുക. നീ നിൽക്കുന്ന ഈ സ്ഥലം ഇത് ദൈവത്തിന്റെ പർവ്വതമാണ്. ദൈവത്തിന്റെ പർവ്വതമാണെങ്കിൽ അത് വിശുദ്ധമാണ് എന്ന് മോശയ്ക്ക് ബോധ്യം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്നോട് പറയാ, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് നീക്കുക. എനിക്ക് തോന്നുന്നേ ആമേൻ സ്തോത്രം, ആ നാൾ ഇതുവരെയും ഇട്ട് ആ മരുഭൂമിയിലെ എല്ലാം അലഞ്ഞു നടന്നതായ ആ ചെരുപ്പ് ആമേൻ കർത്താവ് പറയുക, ഇനി മുതൽ നീ ഒരു പുതിയ ചെരുപ്പ് ധരിക്കേണ്ടവനാണ്. ദൈവമക്കളെ, നമുക്കും ഈ 2026 ചില ചെരുപ്പുകൾ മാറേണ്ടിയിരിക്കുന്നു. ആമേൻ അസമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കുന്നവരായി തീരുവാൻ ആമേൻ സ്തോത്രം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം ഇതുവരെ ഇട്ട ചെരുപ്പുകൾ അത് മോശമായിരുന്നു എന്നല്ല, അത് നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. നമ്മുടെ കാലുകളെ അത് സുരക്ഷിതമായിട്ട് നടത്തുവാനിടയായി തീർന്നു. മരുഭൂമിയിലായാലും കാട്ടിലായാലും മേട്ടിലായാലും നാം കടന്നു പോകുന്ന സർവ്വവിധ മേഖലകളിലും ആ ചെരുപ്പ് നമുക്ക് അനുഗ്രഹം തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നുകൂടെ പുതുക്കുവാനോ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ മാറ്റുവാനോ ശ്രമിച്ചുകൊണ്ട് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന ആമേൻ ആത്മാവിന്റെ ആ ചെരുപ്പ് ഒന്നിട്ട് കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടി നമ്മളെ നിർബന്ധിക്കും? സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഇത് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ എഴുതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള നിർബന്ധം? സുവിശേഷത്തിനു വേണ്ടിയുള്ള നിർബന്ധം. ലോകത്തോട് നമുക്ക് അത് വിളിച്ചു പറയുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നാം നിർവഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ ചെരുപ്പുണ്ടായേ പറ്റുള്ളൂ. എന്താണ്? സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം എന്ന ചെരുപ്പ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് പറയാമോ എന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രാസംഗികന്റെ പ്രസംഗം കേൾക്കാനിടയായി തീർന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ സമാധാനമാണ് സുവിശേഷത്തിന്റെ മുഖ്യധാര എന്ന് പറയുന്നത്, മുഖമുദ്ര എന്ന് പറയുന്നത്. അതങ്ങനെ ആകാവൂ. പക്ഷെ യേശുവിന്റെ സുവിശേഷത്തിന്റെ അകത്ത് സ്നേഹമുണ്ട്. യേശുവിന്റെ സുവിശേഷത്തിനകത്ത് ശക്തമായ ദൈവിക സ്നേഹത്തിന്റെ നാന്ദിയുണ്ട്. തന്നെത്താൻ കാൽവറി ക്രൂശിൽ സ്വയമേവ കൊടുത്ത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ആരെയും ആവശ്യമില്ലാത്തതൊന്നും പറയാതെ വിളിക്കാതെ താൻ ചെയ്ത ഒരു സുവിശേഷമുണ്ട്. അത് താൻ തന്നെ എന്ത് ചെയ്യുകയാണ്? മറ്റുള്ളവരുടെ ശിക്ഷ താൻ തന്നെ ഏറ്റെടുത്തു. എൻ്റെ പാപത്തിന്റെ ശിക്ഷ തൻ്റെ ശരീരത്തിന്മേൽ താൻ ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് സകലതും നിവർത്തിയായെന്ന് പറഞ്ഞ് അരിമത്യോസിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം നല്ല സ്വീകാര്യം കഴിക്കുന്ന, പക്ഷപാതം കഴിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ സുവിശേഷം. ഇതല്ലേ പൗലോസ് പ്രസംഗിച്ചുള്ളൂ? പൗലോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വയലൻസ് കാണാനുണ്ടോ? പത്രോസിന്റെ സുവിശേഷത്തിൽ ഒരു വയലൻസ് നമുക്ക് കാണാനുണ്ടോ?
ഈ സമാധാന സുവിശേഷം പറയുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിതരായവരാണ് നമ്മൾ. മോശയ്ക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് സമാധാന സുവിശേഷമല്ല. എബ്രായന്മാർ തമ്മിൽ വഴക്ക് കൂടി കഴിഞ്ഞ്, എബ്രായനും മിസ്രൈമിനും വഴക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു മിസ്രൈമിനെ എന്ത് ചെയ്തു? അടിച്ചു കൊന്ന് മണ്ണ് മാന്തി ഒറ്റയ്ക്ക് മണ്ണ് മാന്തി കുഴിച്ചിട്ടേച്ച് പോയ പാർട്ടിയാണ്. പക്ഷെ എബ്രായന്മാർ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സംഗതി വെളിച്ചത്ത് വന്നു. ഗൂഢമായി ചെയ്യുന്നത് എന്തു ചെയ്യും? വെളിച്ചത്ത് വരാതിരിക്കത്തില്ല. അത് പുരമുകളിൽ ഘോഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ മോശയെ നമുക്കൊന്ന് നോക്കിയേ. അഭ്യാസിയാണ് മോശ. ഈ മിസ്രൈമിലെ അവരുടെ എല്ലാവിധ അഭ്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ആയോധന കലകൾ അഭ്യസിച്ചിട്ടുണ്ടാകും. മിസ്രൈമിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലപോലെ വിച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ അറിയാവുന്നവരാണ്. ഇതൊക്കെ അവിടുത്തെ സ്തോത്രം ആയോധന കലയുടെ ഭാഗമായിട്ടോ അവരുടെ മതപരമായ രീതികളുടെ ഭാഗമായിട്ടോ ഒക്കെ അഭ്യസിച്ച ആളാണ് മോശ. ഒറ്റ പ്രാവശ്യമേ അത് എന്ത് ചെയ്തുള്ളൂ? താൻ വിനിയോഗിച്ചുള്ളൂ. ആ വിനിയോഗിച്ച കാര്യം കൊണ്ട് തനിക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. 40 വർഷം കൊണ്ട് പരിശുദ്ധാത്മാവ് അവനെ മെരുക്കി നല്ലതുപോലെ ആക്കിയെടുത്തു. എന്നിട്ട് മോശയോട് പറയാ, ഇനി ആ ചെരുപ്പങ്ങ്. അതുവരെ സുവിശേഷത്തിന് എന്തില്ല? എബ്രായനാണെന്ന് തെളിയിക്കാനും എബ്രായന് വേണ്ടി നിൽക്കാനും വേണ്ടിയാണ്, തൻ്റെ ഉള്ളിൽ കിടക്കുന്ന എബ്രായൻ എന്നുള്ള ആ തിളപ്പ് ലോകത്തിന്റെ മുൻപിൽ വിളിച്ചു പറയാൻ വേണ്ടിയാണ് താൻ അത് ചെയ്തതെങ്കിലും നമുക്കറിയാം കർത്താവ് തന്നെ കൊണ്ടുപോയി എന്ത് ചെയ്തു? കുറേ മിണ്ടാപ്രാണികളുടെ അടുക്കൽ കൊണ്ടിട്ടൊന്ന് പണിയാനിടയായി തീർന്നു. ഇപ്പം ആ യഹോവയുടെ വെളിച്ചം അല്ലെങ്കിൽ ആ യഹോവയുടെ പർവ്വതത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ തീ കത്തുമ്പോൾ ദഹിപ്പിക്കുന്നതല്ല, അതിന് വരുന്നുണ്ട്, സമയം വരുന്നുണ്ട്. യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നൊക്കെ മോശയിൽ കൂടെ ദൈവജനത്തോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ സമയം വരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം, ഇത് നീതിയുടെയും സമാധാനത്തിന്റെയും സുവിശേഷത്തിന്റെ കാലമാണ്. മോശയും ദൈവം വിളിക്കുന്നത് ആ സമാധാനത്തിന്റെ ഒരു വക്താവായിട്ടാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ മുൾപ്പടർപ്പ് തീ കത്തിയാൽ എന്ത് ചെയ്യണം? മുൾപ്പടർപ്പ് കത്തണം, കത്തിപ്പോകണം. ഈ ജനം ആരാണെന്ന് ചോദിച്ചാൽ ഇവര് മുൾപ്പടർപ്പാണ്. ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം എന്താണ്? മുൾപ്പടർപ്പിന്റെ സ്വഭാവം. നിങ്ങൾ എന്നോട് കൂടെ ഇല്ലേ? അവരെ പലപ്പോഴും അത് നമുക്ക് എവിടെയാ കൂടുതലായിട്ട് വായിക്കാൻ കഴിയുന്നത്? എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ എഹെസ്കേലിനോട് പറയുന്നുണ്ട്, നീ ഈ ജനത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കണം. അവർ കടുത്ത നെറ്റിയുള്ളവരാണ്, മുള്ളിനും പറക്കാരയ്ക്കും നടുവിലാണ് നീ നിൽക്കുന്നത്. എന്നാൽ അവരോട് നീ സംസാരിക്കണം, കർത്താവിന്റെ വചനം എന്ത് ചെയ്യണം? വിളിച്ചു പറയണമെന്ന് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ ആ 1-ാം അധ്യായത്തിൽ പാളിക്കത്തുന്ന തീ പോലെ ഒന്നിനെ ദർശിച്ചവൻ പ്രവാസികളുടെ നടുവിൽ കെബാർ നദീ തീരത്തിരിക്കുമ്പോൾ ആത്മീക ദർശനങ്ങളാൽ നിറയപ്പെട്ട അഭിഷിക്തനായ സ്തോത്രം എസക്കേലിനെ സംബന്ധിച്ചിടത്തോളം എസക്കേലിനോട് കർത്താവ് പറയുകയാണ്. അവിടെ താനൊന്ന് ക്ഷീണിച്ചു കേട്ടോ. കാരണം താൻ ചെന്ന് ഇതൊക്കെ പറയേണ്ട ആൾക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവൻ ബലഹീനനായി തീർന്നു. പക്ഷെ ദൂതൻ വന്ന് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവനെ ബലപ്പെടുത്തിയിട്ട് പറയാ, നീ ധൈര്യപ്പെട്, സ്തോത്രം, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. മുള്ളും പറക്കാരെയും അവിടെ നടുവിൽ നീ ഇരുന്നാലും നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നതായ ഒരു തലം ദൈവാത്മാവോടെ കാണിക്കുക. ഇവിടെ മോശ ദർശിക്കുന്ന ആ ദർശനത്തെയും ഇതുമായിട്ടൊന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം എന്താണെന്ന് മോശ ദൈവജനത്തെ ആ മരുഭൂമിയിൽ നടത്തിയ കാലത്തെല്ലാം എവിടം തുടങ്ങിയ നമുക്കറിയാം, ആ ചെങ്കടലിന്റെ തീരം തുടങ്ങി ഇവരുടെ സ്വഭാവം ഇവർ കാണിക്കാൻ തുടങ്ങി. അതുവരെ അവര് വലിയ കുഴപ്പമില്ലാതെ മോശയുടെ പുറകെ വന്നു. 10 ബാധയും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ട് അവർ നല്ല രീതിയിൽ മോശയുടെ പുറകെ വന്നെങ്കിലും ചെങ്കടലിൽ വന്നു കഴിഞ്ഞപ്പം പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ മോശയ്ക്ക് വിരോധമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ശബ്ദിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ ഇവരുടെ സ്വഭാവം എന്താണ്? മുള്ളിന്റെ സ്വഭാവം, പറക്കാരുടെ സ്വഭാവം. പക്ഷെ കർത്താവ് അവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ സംഹാരിയാൽ നശിക്കപ്പെട്ടിട്ടുണ്ട്. അതവർ സ്വയം എഴുതി വാങ്ങിയ അവരുടെ ഓഹരിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. കർത്താവ് അവരെ നശിപ്പിക്കാതിരിക്കാൻ മോശ എത്രയോ വട്ടം ആവർത്തിച്ച് കർത്താവിന്റെ മുൻപിൽ വീഴുന്നുണ്ട്. 32-ാം അധ്യായത്തിലൊക്കെ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ എൻ്റെ പേര് മായ്ച്ചു കളയണമേ. അവരുടെ പേര് നീ മായ്ച്ചു കളയുകയാണെങ്കിൽ, അവരെ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നീ എഴുതിയിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരും നീ മായ്ച്ചു കളയണമേ എന്നൊക്കെ
മോശ കർത്താവിന്റെ മുമ്പാകെ കവിണ്ണു വീണ് കിടന്ന് പറയുന്ന ചരിത്രം നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ അവൻ വന്ന് ഈ ഹോരേബിന്റെ പർവ്വതത്തിനരികിൽ വന്നിട്ട് ആ ദർശനം, അത് ദർശനമാകാം, അക്ഷരികമായ ഒരു അനുഭവമാകാം, മുൾപടർപ്പ് കത്തുന്നില്ല. ആ അക്ഷരിക കാഴ്ചയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട്, ആ ദർശനത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് മോശ സ്വയം സമ്മതിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഈ ജനത്തെ രക്ഷിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം വിളിച്ചേൽപ്പിക്കുന്ന, ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഏറിയ കൃപ വേണം. അവിടെയാണ് മോശ തൻ്റെ ബലഹീനത ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുന്നത്. മുമ്പേ തന്നെയും ഇപ്പോഴും ഞാൻ ബലഹീനൻ തന്നെയാണ്, സംസാരിക്കാനുള്ള ശേഷി തനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം അഭ്യസിച്ചിട്ടും, എന്തെല്ലാം പഠിച്ചെടുത്തിട്ടും, ഏതെല്ലാം കഴിവുകൾ തനിക്കുണ്ടായിട്ടും തൻ്റെ നാവിന്മേൽ ഒരധികാരം വെളിപ്പെടാത്തിടത്തോളം മോശയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് മോശ പറഞ്ഞ്, എൻ്റെ നാവ് തടിച്ചതാ, ഈ ജനത്തോട് സംസാരിക്കാനോ അവരോട് കാര്യങ്ങൾ വ്യവഹരിക്കാനോ ഉള്ള പ്രാപ്തി എനിക്കില്ല, പിന്നെ ഞാൻ എങ്ങനെ ആ കാര്യം നിർവഹിക്കും? കർത്താവ് പറഞ്ഞു, നിന്നെ വിളിച്ചത് സകല അഖിലാണ്ടത്തെയും നിർമ്മിച്ച കർത്താവാണ്. ഈ എബ്രായ ഭാഷ പഠിക്കുമ്പോൾ 22 അക്ഷരങ്ങളാണ് അതിനകത്തുള്ളത്. ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ഓരോ അർത്ഥങ്ങൾ മാത്രമല്ല, അതിനെല്ലാം ഒരു സംഖ്യാശാസ്ത്രപരമായ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ആ വാല്യൂ ഉണ്ട്. നമ്പേഴ്സ് എന്നല്ല, വാല്യൂ ഉണ്ട്. ഇനി അതിനകത്ത് തന്നെ ഒറ്റ ഒരു വാക്കുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ഈ ഭൂമണ്ഡലത്തെ ഒരു ശബ്ദവുമില്ലാത്ത ആലെഫ് എന്ന് പറയുന്ന, അതിന് ശബ്ദമില്ല, അത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അക്ഷരമാണ്. ആ ശബ്ദം എന്ന് പറയുന്ന ഒരു ശബ്ദം മാത്രമേ അതിനകത്തുനിന്ന് വരുന്നുള്ളെങ്കിൽ ആ ശബ്ദമാണത്രേ ഈ ഭൂമണ്ഡലത്തെ നിർമ്മിക്കുവാൻ 6 ദിവസവും കർത്താവ് ഉപയോഗിച്ചത്. സകലത്തിനെയും 6 ദിവസം കൊണ്ട് ഈ കർത്താവ് നിർമ്മിക്കുമ്പോൾ, അതിനു മുമ്പ് ഭൂമിയുണ്ട്, ഭൂമി ചരാചരങ്ങളും ഉണ്ട് കേട്ടോ. പാഴായും ശൂന്യമായും ഭവിച്ചതാണ്. അതിനെയൊക്കെ അന്നും ആ ഗാലക്സികളെ എല്ലാം നിർമ്മിക്കുവാൻ ദൈവം ഉപയോഗിച്ച പദം എന്ന് പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ ഒരു ചെറിയ ഉച്ചരിക്കേണ്ടി പോലുമില്ലാത്ത ഒരു പദമാണെങ്കിൽ ദൈവമക്കളെ നമുക്ക് വേണ്ടി കർത്താവിന് പ്രവർത്തിക്കാൻ എത്ര നേരം വേണം? മോശെ, നിന്റെ നാവിൻ്റെ നിന്റെ പരാജയത്തിൻ്റെ, നിന്റെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുകൊണ്ട് നീ ഇങ്ങനെ തകർന്നു പോകരുത്. ചില ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, കണ്ണാടിയിൽ അവരവരെ കാണുമ്പോൾ എന്ത് ചെയ്യുകയാണ്? ദുഃഖിക്കുകയാണ്. പല വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ ഓർക്കുമ്പോൾ ക്ഷീണിതരായി തീരുകയാണ്. സാമ്പത്തികത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ ഭയചകിതരാവുകയാണ്. ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് വേദനയോടുകൂടി അതിനെ നേരിടാൻ കഴിയാത്തതുപോലെ പലപ്പോഴും ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളുമെന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ഉറപ്പിൻ പ്രകാരം എനിക്ക് ധൈര്യമായി പിന്നെയും പ്രിയ ദൈവമക്കളെ നമുക്കൊന്നിച്ചു പറയാം, കർത്താവിൻ്റെ കൃപ നമുക്ക് മതി. നമ്മുടെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൽ നിന്നാണ് വരുന്നത്. കാരണം അവൻ ബലവാനാണ്, അവൻ സർവശക്തനാണ്. നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആശ്രയക്കൊമ്പും നമ്മുടെ പാറയും നമ്മുടെ ശൈലവും നമ്മുടെ കോട്ടയും നാം ആശ്രയിക്കുന്ന സങ്കേതവുമായ കർത്താവിൽ നിന്നാണ് അത് വരുന്നതെങ്കിൽ നാം എന്തിനാണ് ക്ഷീണിച്ചു പോകുന്നത്? അവിടെ നമ്മുടേതായ ക്വാളിറ്റി അല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ല, നമ്മുടെ എക്കണോമിക്കൽ സൈഡ് അല്ല, നമ്മുടെ യാതൊരു സാഹചര്യമല്ല, ഔദ്യോഗികമായ ജീവിതത്തിന്റെ ഔന്നിത്യമൊന്നുമല്ല, സ്ഥാനമാനങ്ങളുടെ വലിപ്പമല്ല, കുടുംബ മഹിമയല്ല. ഇതൊന്നും വേണ്ടാതെ തന്നെ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും, മാനിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു എബ്രായ ബാലൻ ആടുകളെ മേച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു മകനെ പോലെ, അതിനുപരിയായ ഒരു രാജകുമാരനെ പോലെ ജീവിച്ചവനാണ്. ഇന്ന് ഒരു പിച്ചക്കാരന്റെ വില മാത്രമേ സമൂഹം കൊടുക്കുകയുള്ളൂ. പക്ഷെ ദൈവം അവനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ നമുക്കറിയാം, മന്ത്രവാദികളുടെ വടി സ്തോത്രം വിഴുങ്ങുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മോശയുടെ വടിയെപ്പോലും ദൈവം പ്രാപ്തമാക്കി. പ്രൈസ് ഗാഡ്. മോശയല്ല, മോശയുടെ വടിയെപ്പോലും ദൈവം എന്ത് ചെയ്തു? പ്രാപ്തമാക്കിയെങ്കിൽ എന്നിലും നിങ്ങളിലും പകർന്നു തന്നിരിക്കുന്ന അഭിഷേകത്തിന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്കവണ്ണം കഴിയുന്ന ദൈവിക അധികാരമുണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദേവദാസന്മാരെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ആത്മീക ശുശ്രൂഷയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും.
ഇതേ കാര്യമാണ് നമുക്ക് 63-ാം അധ്യായം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 12-ാം വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നത്. മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി യഹോവയുടെ മഹത്വമുള്ള ഭുജം ചെങ്കടലിനെ വിഭാഗിക്കുവാനിടയായി തീർന്നു. ആഴത്തിൽ കുതിരയെ നടത്തുന്നത് പോലെ, മരുഭൂമിയിൽ കുതിരയെ നടത്തുന്നത് പോലെ തൻ്റെ ജനത്തെ നടത്തുവാൻ ദൈവം അത് മുഖാന്തരം പ്രാപ്തമാക്കി. നോക്കൂ, ഒരു മനുഷ്യന്റെ കൈക്ക് എത്ര വലിപ്പം ഉണ്ടാകാം, ചെങ്കടലിന്റെ നീളം എത്രത്തോളമായിരിക്കാം, അതിൻ്റെ മേലേക്ക് താൻ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു. തൻ്റെ കരങ്ങളിലിരിക്കുന്ന ആ പാമ്പിനെ വിഴുങ്ങിയ അതേ വടി താനൊന്ന് അവൻ ഉയർത്തിപ്പിടിക്കുവാനിടയായി തീർന്നു. നോക്കൂ, അവിടെ സംഭവിച്ചത് എന്താണ്? അതുവരെ സംഭവിക്കാത്തൊരു വലിയ ചരിത്രം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ചെങ്കടൽ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കടലിന്റെ ആ അധികാരത്തെ രണ്ടായി പിളരുകയാണ്. ആ ചെങ്കടൽ ഈ ജനത്തെ തടഞ്ഞു നിർത്തിയതല്ലേ? ആ മലനിരകൾ അവരെ തടഞ്ഞു നിർത്തിയതല്ലേ? പിന്നിൽ നിന്ന് വന്ന ഫറവോന്റെ സൈന്യം അവരോട് എതിരിടുവാനായി വന്നതല്ലേ? പക്ഷെ എതിരിയുടെ മേൽ, ശത്രുവിന്റെ മേൽ ജയം നൽകുന്ന ദൈവത്തിന്റെ ശക്തി അന്നവർ കാണാനിടയായി തീർന്നില്ലേ? മോശെ, നിന്നെ വിളിച്ചത് ആരാണ്? പ്രിയ ശുശ്രൂഷകരെ, നമ്മെ വിളിച്ചത് ആരാണ്? ദൈവമക്കളെ, നമ്മെ വിളിച്ചത് ആരാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നമ്മുടെ കർത്താവല്ലയോ? അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും എന്ത് ചെയ്യില്ല? കുലുങ്ങി പോവുകയില്ല. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട്, നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സകല ഭാരത്തെയും മുറുകെ പറ്റുന്ന പാപത്തെയും, എന്താണ് ഈ പാപം എന്ന് പറയുന്നത്? വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കാത്തതെല്ലാം പാപമാണെന്നാ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കാത്ത കാര്യങ്ങൾ, എന്ന് വെച്ചാൽ ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണെന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ടല്ലോ പുതിയ നിയമത്തിൽ. അപ്പം ഇതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുമ്പോൾ അവരൊക്കെ ചെയ്ത അത്ഭുത കാര്യങ്ങൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അവരത് അപ്രകാരം നിർവഹിക്കാനിടയായി തീർന്നു. ഈ ദിവസങ്ങൾ കർത്താവിലുള്ള വിശ്വാസവും കർത്താവിലുള്ള ഭക്തിയും നാം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മിക ശുശ്രൂഷയുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാനിടയായി തീരും. സംശയമില്ല. അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന മോശയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. 200 മന്ത്രവാദികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മോശയുടെ ഒരു കൊച്ചുവടി അത് നിലത്തിട്ടപ്പോൾ പാമ്പായി. പക്ഷേ മന്ത്രവാദികളുടെ 200 വടിയെയും അഥവാ പാമ്പിനെയും എന്ത് ചെയ്തു? വിഴുങ്ങി. എന്നിട്ടും മോശയ്ക്ക് ആ വടി കയ്യിലെടുക്കാൻ കഴിഞ്ഞു എങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, മോശയുടെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി എന്തോരുമാണെന്ന്. തടി ആ സമയത്ത് വണ്ണം വച്ച് വീർത്തു എന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്, അത്തരത്തിലുള്ള ഫൂളിഷ്നെസ് ഒന്നും അല്ല പറയുന്നത്. പക്ഷേ നമുക്കത് ചിന്തനീയമായ ഒരു കാര്യമാണ്. ആ ദൈവശക്തിയുടെ വലിപ്പം, അളവറ്റ വലിപ്പം. അതാണ് എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അളവറ്റ വലിപ്പം അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങി. ചെങ്കടൽ വഴിമാറി. അവിടെ ആ ഭുജത്തിൽ വെളിപ്പെട്ടത്, മോശയുടെ ബലഹീനമായ ഭുജങ്ങളിലേക്ക് എന്ത് വെളിപ്പെട്ടു? യഹോവയുടെ മഹത്വമുള്ള ഭുജം. അത് തന്നെയാണ് പിന്നീടുള്ള അവരുടെ ഓരോ യാത്രകളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. താന് ആ നെബോ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് താൻ ഈ വാഗ്ദത്ത ദേശം കണ്ണാൽ നോക്കി കാണുന്ന നാളതുവരെയും ആ ദർശനത്തിന്റെ പരിപൂർണതയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് തൻ്റെ മേൽ കരുണാധിക്യം തോന്നി. 3-ാം അധ്യായം എബ്രായ ലേഖനം വായിക്കുമ്പോൾ അവിടെയും മോശയെക്കുറിച്ച് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യത്തിൽ പിന്നീട് അങ്ങോട്ടേക്ക് വിശ്വസ്തനായ ഭൃത്യനായ മോശയെക്കുറിച്ച് പറയുന്നത്. നമ്മളും ആ വിധത്തിലായിത്തീരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ വാക്യം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ദർശനത്തിൻ്റെ
ആമേൻ സമാപ്തി. ഇവിടെ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അബ്രഹാമിനോട് കർത്താവ് ആ ഉടമ്പടിയുടെ സമയത്ത് ഒരു കാര്യം പറയുവാനിടയായി തീർന്നു. ആ കാളയെ പിളർന്നു, അതുപോലെ ആട്ടുകൊറ്റനെ പിളർന്നു, കുറുപ്രാവിനെ പിളർന്ന് ഇല്ല. ആ സമയത്ത് തനിക്കൊരു ഗാഠനിദ്രയുണ്ടായി. ദൈവം തന്നോട് സംസാരിച്ചു. എന്നിട്ട് താൻ ഉണരുമ്പോൾ പറഞ്ഞൊരു കാര്യം, നിന്റെ സന്തതി പ്രവാസികളായി അന്യദേശത്ത് പാർക്കുവാനിടയായിത്തീരും. 400 വർഷം പാർക്കും, 430 വർഷം ആമേൻ അവരവിടെ പാർക്കുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ നിന്ന് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമെന്നുള്ള ദർശനത്തിന്റെ പൂർത്തിയായിരുന്നു മോശയിലൂടെ, യോശുവായിലൂടെ ദൈവം നിർവഹിക്കുവാനിടയായി തീർന്നത്. ആ വാഗ്ദത്ത കനാനിലേക്ക് ആ തലമുറകളെ ദൈവം എത്തിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ തലമുറയോട് ദൈവം ആ വിശ്വസ്തത പൂർത്തീകരിച്ചത് നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അബ്രഹാമിനെ കുറിച്ച്, ഇസഹാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസൻ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ നമ്മളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ, ഒരു ദർശനം നമുക്ക് നൽകി തന്നാൽ, ആമേൻ, കർത്താവ് അതിനെ ഫുൾഫിൽ ചെയ്യുവാൻ, ഹി വിൽ ഫുൾഫിൽ ഇറ്റ്, അവൻ അതിനെ പൂർത്തീകരിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ ഈ കൊത്തളത്തിന്റെ കാവൽ കാക്കുന്നവനായ ഹബക്കൂക്ക് തന്നെ സംബന്ധിച്ചിടത്തോളം താൻ വളരെ ആവലാതി ഉള്ളവനായി, തൻ്റെ ജനത്തെക്കുറിച്ച് വളരെ ശങ്കയുള്ളവനായി നിന്നുകൊണ്ടാണ് ഈ കാര്യം അവിടെ നിർവഹിക്കുന്നത്. അവിടെ വരുവാനിരിക്കുന്ന ശക്തികളെക്കുറിച്ചും അവരുടെ എതിരാളികളെക്കുറിച്ചും ഒക്കെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ ഉഗ്രതയും ഉള്ളവയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഉഗ്രന്മാരായ ആളുകളുടെ കയ്യിൽ ചെന്ന് പെടുന്ന കാര്യത്തെക്കുറിച്ചും അതിൻ്റെ അവസാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചപ്പോൾ അവലാതി ഉള്ളവനായ ആമേൻ ആ ഭക്തൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. 12-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ, എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമായ എൻ്റെ പരിശുദ്ധനാണ്, ഞാൻ മരിക്കയില്ല. യഹോവേ, നീ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താനിങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആവലാതിയോടുകൂടെ, ദുഃഖത്തോടുകൂടെ താൻ ഇങ്ങനെ ഇരുന്ന് വ്യസനിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ആ സമയത്താണ്, ആ വ്യസനത്തിനാണ് കർത്താവ് കൊടുക്കുന്ന മറുപടി, നിദർശനം എഴുത്, പലകയിൽ എഴുത്, ഓടിപ്പോകുന്നവൻ പോലും വായിക്കുവാൻ അത് എഴുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉദ്യമിപ്പിക്കുന്ന കാഴ്ചയാണ്. പ്രിയരെ, ഇതാണ് സുവിശേഷം നമ്മെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ബോധിപ്പിക്കുന്നത്. നാം ദർശനം എഴുതുന്നവരാകണം. എന്ത് ദർശനമാണ്? ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച്, ഒരു നിത്യതയെക്കുറിച്ച്, വരുവാനിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ച് ലോകത്തിന് മുമ്പേ വിളിച്ചു പറയുവാൻ, അത് സമാധാനത്തിൻ്റെ ഒരുക്കമുള്ളവരായി തന്നെ പറയുവാൻ ഒരു വയലൻസും നമുക്ക് വേണ്ട. നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുന്നതൊക്കെ അതായിരിക്കാം. പക്ഷെ അങ്ങോട്ട് നമുക്ക് കൊടുക്കുവാനുള്ളത് എന്താണ്? ക്രിസ്തുവിൻ്റെ സമാധാന സുവിശേഷം മാത്രമാണ്. സ്നേഹിക്കുന്ന യേശുവിനെയാണ്. ശിക്ഷ എന്നതും വരുവാനിരിക്കുന്നതും ഒക്കെ 2-ാമത്തെ കാര്യമാണ്. എന്നാൽ ഇന്ന് നാം പ്രസംഗിക്കപ്പെടേണ്ടത് പ്രതികാര ദിവസത്തെക്കുറിച്ചല്ല, അവൻ്റെ രക്ഷാ ദിവസത്തെക്കുറിച്ച് തന്നെയാണ്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു പുസ്തകം നിവർത്തി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം. ആമേൻ, നമുക്കറിയാം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം നിവർത്തിയിട്ടാണ് വായിക്കുന്നത്. അവിടെ നിന്ന് ആ എന്താ പറയുന്നത്, ദുഃഖിതന്മാർക്കൊക്കെയും എന്നുള്ള ആ വാക്യമൊക്കെ വായിച്ചിട്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതികാര ദിവസം എന്നുള്ള പദം വിട്ടുകളഞ്ഞാണ് അവിടെ വായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇപ്പൊ പ്രതികാര ദിവസം പ്രസംഗിക്കാനുള്ള കാലമായിട്ടില്ല, രക്ഷാസമയമാണ്. അതിനെക്കുറിച്ച് പ്രസംഗിക്കുക. കേൾക്കുന്നവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുള്ളൂ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ, അഴുക്കുള്ളവൻ, അത് വെളിപ്പാട് പുസ്തകം ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക്, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. എന്നാൽ നമുക്കൊരു വലിയ ആത്മീക ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദർശനത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെല്ലണം. അത് എഴുതുന്നവരായി നാം മാറണം. ആ ദർശനം എഴുതുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഇതിനകത്ത് പലരെയും കർത്താവിൻ്റെ വേലയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച എല്ലാവരും അത് തന്നെയാണ്. ഒരു വ്യക്തി സുവിശേഷത്താൽ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവം ചുമത്തിയിരിക്കുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം സുവിശേഷം എന്നത് തന്നെയാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. നമ്മുടെ പിള്ളേരുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും, നമുക്കൊരു വീട് വയ്ക്കാൻ പ്രാർത്ഥിക്കാനും, നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തരുന്നുണ്ടെങ്കിലും നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സുവിശേഷം തന്നെയാണ്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. കാരണം നാം ആ നിത്യ നരകത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും കരകയറുവാൻ ഈ യേശു ക്രിസ്തുവിന്റെ രക്ഷ നമുക്ക് വലിയൊരു കാവലായി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമശിഷ്ടങ്ങൾ, നമ്മുടെ ദേശത്ത് കിടക്കുന്ന
അന്യജാതി മതസ്ഥരായിട്ടുള്ള സകലരും യേശുവിനെ അറിയുവാൻ ഇടയായി തീരട്ടെ. ഇവിടെ ഭക്തൻ പറയുക അത് ബന്ധപ്പെടുകയാണെന്ന്. അതെ, കർത്താവിന്റെ ദർശനം പൂർത്തീകരിക്കപ്പെടുവാൻ നമ്മുടെ ഭൂമി, നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ അത് വരും, വേഗത്തിൽ അത് സംഭവിക്കും. ഒന്ന് നിത്യരാജ്യത്തിന്റെ കാര്യം, മറ്റൊന്ന് പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായാലും അതിൻ്റെ മധ്യത്തിലും എൻ്റെ പ്രിയനായ കർത്താവ് വെളിപ്പെട്ട് വരും. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഒരു രോഗി സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് തെറ്റല്ല. ഒരു പ്രയാസത്തിലിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ ആവശ്യം ഉണർത്തിക്കുന്നത് തെറ്റല്ല. നമുക്കറിയാം, ദരിദ്രാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്ന പത്രോസ് ദരിദ്രനാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. ആ ഒരൊറ്റ ദിവസത്തെ കാര്യമാണ്. യേശു അവൻ്റെ അടുക്കൽ പടകിൽ ചെല്ലുമ്പോൾ പടകിന്റെ അകത്ത് ഒന്നും അവർ പിടിച്ചിട്ടില്ല. നിരാശ നിർഭരനായ ഒരു മനുഷ്യൻ, അവൻ കുനിഞ്ഞിരുന്ന് ഹൃദയത്തിന്റെ തേങ്ങലെല്ലാം അടക്കിക്കൊണ്ട് അവനും അവന്റെ കൂട്ടാളികളും കീറിപ്പോയ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ കടലിൽ നിന്ന് വന്നുപെട്ട പായലുകളോ മറ്റഴുക്കുകളോ ഒക്കെ ആ വലയിൽ നിന്ന് എടുത്തു മാറ്റി അടുത്ത ദിവസത്തെ ശുഭപ്രതീക്ഷയോടുകൂടെ വീക്ഷിച്ചുകൊണ്ട് അത് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവന്റെ അടുക്കലേക്ക് അടുത്ത് ചെന്നിട്ട് ആ മനുഷ്യനോട് അല്ലെങ്കിൽ ആ പത്രോസിനോട് പറയുകയാണ്, നിന്റെ പടക് ഒരല്പം ഒന്ന് നീക്ക്. ഒരല്പം നീക്കി പത്രോസ് കൊടുത്തതിന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്തെന്നറിയാമോ? ആഴത്തിൽ നിന്ന് മീനെ അവന് ദൈവം കൊടുക്കാനിടയായി തീർന്നു. അല്പം നീക്കി കൊടുത്തതേ ഉള്ളൂ, പക്ഷെ ആഴത്തിലുള്ള കരുതൽ എന്ത് ചെയ്തു? സുവിശേഷം പറയാൻ നീ അല്പം ഒന്ന് സമയം ചെലവിട്. ആഴത്തിലുള്ള ഒരു കരുതൽ സ്വർഗം കരുതി വെച്ചിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഇത് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും പ്രിയരെ? ഈ ദിവസങ്ങളിൽ കർത്താവ് അത് ചെയ്യും. അങ്ങനെ പത്രോസിന് വേണ്ടി ആഴത്തിൽ ദൈവം ഒരു കരുതൽ. തലേന്ന് രാത്രിയിൽ താൻ അധ്വാനിച്ചിട്ട് കിട്ടാത്തതിനെ ആഴത്തിൽ നിന്ന് പത്രോസിന് വേണ്ടി പിടിച്ചു കൊടുത്ത ദൈവത്തിന്റെ കരുതലുകൾ എത്രത്തോളം വലുതാണ്. ആ വിശ്വസ്തതയെ നിർണയിക്കാൻ കഴിയുന്നതിനപ്പുറവും ഔന്നിത്യം നിറഞ്ഞതായതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ വിഷയങ്ങളും നമ്മുടെ ഭാരങ്ങളും കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് കൊണ്ടു ചെല്ലുവാൻ കഴിയും കേട്ടോ. കാരണം അവൻ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നവനാണ്. നാം പൊടി എന്നവൻ ഓർക്കുന്നവനാണ്. ഇത് സുവിശേഷം മാത്രമല്ല, രക്ഷയെക്കുറിച്ച് മാത്രമല്ല, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു ഭാരത്തിലിരിക്കുന്നവനെ ചെന്ന് കാണുവാനും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശന്നിരിക്കുന്നവന് ഒരിറ്റ് ആഹാരം കൊടുക്കുവാനും ഒക്കെ കഴിയുന്നത് ഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ദൈവമക്കളെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദർശനത്തിന് അവധി വെച്ചത് ഈ 2016 നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? യശയ്യാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ വാളുകളെ കൊഴുക്കളായും ഒക്കെ അടിക്കണം. ഞാൻ അതിനെക്കുറിച്ച് പോവാൻ സമയമില്ലാത്തത് കൊണ്ടും സമയം തീർന്നത് കൊണ്ടും മുമ്പോട്ട് പോകുന്നില്ല. 9:6 കഴിഞ്ഞു. നോക്കൂ, അവിടെ ആ 2-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലാമെന്ന് സകല ജാതികളും പറയുന്ന ഒരു സമയത്ത് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ആയുധങ്ങൾക്കൊക്കെ ഒരു രൂപഭാവം മാറ്റമൊക്കെ വരുത്തണം. ഇതുവരെ ഉപയോഗിച്ചതുപോലെയല്ല, ഇനി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ നിങ്ങളുടെ ആയുധങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരണം. നമ്മുടെ ആത്മീക ശുശ്രൂഷയ്ക്ക് ഇനിയും ഒരു പടി കൂടെ മൂർച്ച വരുത്തുവാൻ ഇടയാകണം. ദൈവകൃപ അതിൻ്റെ അകത്തേക്ക് വരുത്തുവാനിടെ വചനത്തിന് മൂർച്ച വരട്ടെ. വചനത്തിന് മൂർച്ചയുണ്ട്, പക്ഷെ അത് നമ്മളിൽ മൂർച്ചയായി തീരണം. പ്രാർത്ഥന നമ്മളിൽ പെരുകുവാൻ ഇടയായി തീരട്ടെ. ആത്മാഭിഷേകം നമ്മിൽ അധികം വർദ്ധിക്കുവാനിടയായി തീരട്ടെ. അങ്ങനെ വരുമ്പോൾ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും എല്ലാം തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി സ്വർഗം നമുക്ക് തരും. യോവേൽ പറയുന്നു, വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യമില്ലായകയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി തീർന്നിരിക്കുകയാണ്. അതേ യോവേൽ തന്നെ 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു, ദേശമേ ഭയപ്പെടേണ്ട, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന്. നോക്കൂ, അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഈ കാലമാകുമ്പോഴത്തേക്കും ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുവാനിടയായി തീരും. ഇവിടെ അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറയുകയും യോവേൽ വിളിച്ചു പറയുകയാണ്, അവരുടെ പുത്രന്മാർ, പുത്രിമാർ, അവരുടെ യൗവനക്കാർ, അവരുടെ വൃദ്ധന്മാർ, അവർക്കെല്ലാം അഭിഷേകത്തിന്റെ വലിയൊരു തലത്തിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും. 3-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമ്മളൊന്ന് കടന്നു വരേണം. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെയും പറയുന്നു, പ്രിയരെ, നിങ്ങൾ വിശുദ്ധ യുദ്ധത്തിന്
ഒരുങ്ങിക്കൊള്ളുവീനെന്ന് അവിടെ പറയുന്നു. നിങ്ങളുടെ ആയുധങ്ങളെ ഒന്ന് മാറ്റിയടിക്കണമെന്ന് 3-ാം അധ്യായത്തിലാണത് വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുന്നു. 9-ാം വാക്യം 10-ാം വാക്യം, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യോഗിപ്പിക്കുവീൻ. ആമേൻ. സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെ വീരനായി മതിക്കട്ടെ. പ്രൈസ് ലോർഡ്. നോക്കിക്കേ, ഇനി ദുർബലരാണെന്ന് പറഞ്ഞിരിക്കരുത്. ശക്തിയോടെ എഴുന്നേൽക്കുക. ദർശനത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തേണ്ടതിന്, ബന്ധപ്പെടുന്ന ദർശനത്തെ പൂർണ്ണ നിലയിൽ കാണേണ്ടതിന്